അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് LDF ഉണ്ടായിട്ടുള്ളത്. ഈ സംബന്ധിച്ച് വിശദമായ പരിശോധന എല്ലാ തലത്തിലും നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം. അത്തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തിരിച്ചടികളെ അതിജീവിച്ച അനുഭവം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും. ഇവിടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ രാഷ്ട്രീയമായി വോട്ട് വിനിയോഗിക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ 7 ജില്ലാ പഞ്ചായത്തുകളിൽ LDF ഭരണം ലഭിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് 6 ജില്ലാ പഞ്ചായത്തുകളിൽ മാത്രമാണ് LDF വിജയിക്കാൻ സാധിച്ചിരുന്നത്. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നില പരിശോധിച്ചാൽ 59 ബ്ലോക്ക് പഞ്ചായത്തുകളിലായിരുന്നു അന്ന് ജയിച്ചത്. 91 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF ആണ് അന്ന് ജയിച്ചത്. ഇപ്പോൾ LDF 77 ബ്ലോക്ക് പഞ്ചായത്തുകൾ നേടാനായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതി പരിശോധിച്ച് നോക്കിയാലും അന്ന് 360 എണ്ണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ 601 ഗ്രാമപഞ്ചായത്തുകൾ അപ്പോൾ UDF അനുകൂലമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 343 എണ്ണത്തിൽ ജയിക്കുകയും 70 എണ്ണം തുല്യമായി വരികയും ചെയ്തിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതിയും അന്ന് വളരെ ദയനീയമായിരുന്നു. നമുക്ക് 17 മുനിസിപ്പാലിറ്റികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 41 മുനിസിപ്പാലിറ്റികൾ അന്ന് UDF അനുകൂലമായിരുന്നു. ഇന്നിപ്പോൾ 28 മുനിസിപ്പാലിറ്റികൾ ജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ 2010 അനുഭവം ഞാനിവിടെ പറയാൻ കാരണം, അതിനുശേഷം നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ 2 സീറ്റിൻ്റെ കുറവിനാണ് ഭരണം നഷ്ടപ്പെട്ടത്. അപ്പോൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നടന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ ആ രീതിയിലുള്ളൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അകത്തുണ്ടായിരുന്ന പരാജയത്തെ ഫലപ്രദമായി നേരിട്ടുകൊണ്ട് ജനങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് LDF മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടുള്ളത്. LDF അടിത്തറ തകർന്നിരിക്കുന്നു എന്ന് പ്രചാരവേല ചിലർ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ കാണുന്ന ജില്ലാ പഞ്ചായത്തുകളുടെ പകുതി ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത് LDF അടിത്തറയിൽ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ച് പരിശോധിക്കേണ്ടതാണ്.